പ്രതിഷ്ഠയ്ക്ക് നിങ്ങൾ എല്ലാവരും അന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ വലിയ തോതിലുള്ള നാമജപങ്ങൾ നടത്തണം. വൈകുന്നേരം എല്ലാ വീടുകളിലും ആരാധനാലയങ്ങളിലും ദീപം തെളിയിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ജനുവരി 22 കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിശ്വാസി സമൂഹത്തിന്റെ കൂട്ടായ്മ രൂപപ്പെടുത്താൻ എല്ലാ NDA പ്രവർത്തകന്മാരും മുന്നോട്ട് വരണം. ഇത് ഹിന്ദു മത സംഘടനകളുടെ മാത്രം ഒരു ആവശ്യമല്ല. അങ്ങനെ ആരും തന്നെ അതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന് മുകളിൽ നിന്ന് ഒരു ക്യാമറയിലൂടെ കേരളത്തെ അന്ന് ആ ദൃശ്യങ്ങൾ പതിപ്പിക്കാൻ ശ്രമിച്ചാൽ പാറശാല മുതൽ തലപ്പാടി വരെയുള്ള കേരളത്തിൽ ഒരു ദീപമയമായിട്ട് കേരളത്തെ മാറണം. അതേപോലെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തീർത്ഥസ്ഥാനങ്ങളും ശുചീകരിക്കാൻ. ഇന്നലെ മുതൽ നമ്മൾ അതിന് തുടക്കമിട്ടു. BJP പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മൾ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ 2 സ്വപ്നങ്ങളാണ് ഒരേ ദിവസം പൂവണിയുന്നത്. ഒന്ന് രാമരാജ്യ സങ്കല്പം എന്നുള്ള മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നം, 2 ഒരു ശുചിത്വ ഭാരതം എന്നുള്ള മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നം. കേരളവും അതിന് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാവണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം.